എനിക്ക് ചേച്ചിയോടൊന്ന് സംസാരിക്കണം. ഇത്രയും നാളും അനുവാദം വാങ്ങിയിട്ടാണോ എന്റെ മക്കൾ എന്നോട് സംസാരിച്ചിരുന്നത്? ഇപ്പൊ എന്താ ഒരു പുതുമ? കല്യാണ ഡ്രസ് എടുക്കാൻ ഞങ്ങൾ വരില്ല എന്ന് പറഞ്ഞപ്പോ വിഷമായോ ചേച്ചിക്ക്? ഇല്ല, നല്ല സന്തോഷായി. അതിന്റെ മനസ്സുഖത്തില ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നത്. നാളെ ഒരുമിച്ച് തന്നെ നമുക്ക് ഡ്രസ് എടുക്കാൻ പോവാം. ഞങ്ങൾ പറഞ്ഞൊന്നും കാര്യാക്കണ്ട ചേച്ചി. പക്ഷേ കാര്യമാക്കേണ്ട ഒരു വിഷയമുണ്ട് എനിക്ക് നിന്നെക്കുറിച്ച്. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് സംസാരിക്കണ്ടെന്ന് കരുതി സമയവും സന്ദർഭവും നോക്കി ചോദിക്കാന്ന് കരുതിയാ വൈകിയത്. എന്താ ചേച്ചി? അത് ഞാൻ പറഞ്ഞിട്ട് വേണോ നിനക്കറിയാൻ? അന്നൊരു ദിവസം പകൽ ഇവിടെ വന്ന ആ ചെറുപ്പക്കാരനെ കുറിച്ചാ എനിക്കറിയേണ്ടത്. വിവേകിനെ കുറിച്ച്. എന്താ ആ ചെക്കനും നീയും തമ്മിലുള്ള ബന്ധം? ഈ പഞ്ചരത്നത്തിന്റെ അകമുറിയിൽ കയറ്റിയിരുത്താനും പുറത്തുപോയി ഏതോ ഒരു കോഫി ഷോപ്പിൽ കൈകോർത്തിരിക്കാനും തക്കവണ്ണം എന്താ നീയും അവനും തമ്മിലുള്ള ബന്ധമെന്ന്? ചേച്ചി എന്നോട് ക്ഷമിക്കണം. ഇങ്ങനെ ചേച്ചി ചോദിക്കുമ്പോഴല്ല, അല്ലാതെ ഞാനായിട്ട് വിവേകിനെ കുറിച്ച് പറയണമെന്നാ വിചാരിച്ചിരുന്നത്. നീ കാര്യം പറ. ഞങ്ങൾ തമ്മില് ആദ്യം നല്ലൊരു സൗഹൃദം ഉണ്ടായിരുന്നത്. തുടക്കത്തിൽ തന്നെ എന്നോടുള്ള ഇഷ്ടം വിവേക് പറഞ്ഞിരുന്നു. പക്ഷേ ഞാനതത്ര കാര്യമാക്കിയില്ല. പോകെ പോകെ വളരെ ആലോചിച്ചുറപ്പിച്ചുള്ള ആത്മാർത്ഥമായ ഇഷ്ടമാണ് അവൻ എന്നോടുള്ളതെന്ന് എനിക്ക് മനസ്സിലായി. എന്നിട്ട് അത്രേ ഉള്ളൂ. അത്ര മാത്രമേ ആയുള്ളൂ ഞങ്ങളുടെ ഇഷ്ടം. ഇപ്പം നിന്നോട് എന്ത് പറയണമെന്ന് സത്യത്തിൽ ഒരു പിടിയില്ല. നീ കാര്യപ്രാപ്തിയുള്ള ലോകപരിചയമുള്ളൊരു പെണ്ണാ. പക്ഷേ ഒരു ചേച്ചി എന്ന നിലയ്ക്ക് എനിക്ക് നിന്റെ കാര്യത്തിൽ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആശങ്കയും. അങ്ങനെയുള്ള ഒരു ആശങ്ക വേണ്ട ചേച്ചി. തെറ്റായി ഒന്നും ഞാൻ ചെയ്യില്ല, അത് ഞാൻ ഉറപ്പ് തരുന്നു. തൽക്കാലം ഇതിങ്ങനെ നിൽക്കട്ടെ. പക്ഷേ സൂക്ഷിക്കണം. എന്റെ ഭാഗത്തുനിന്ന് ചേച്ചി വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. നാളെ കല്യാണ ഡ്രസ് എടുക്കാൻ ഞങ്ങൾ എല്ലാവരും ചേച്ചിയുടെ കൂടെ ഉണ്ടാവും. വല്ലാതെ നൊന്തോ ചേച്ചി തല്ലിയപ്പോ? അന്നേരം വേദനിച്ചെങ്കിലും ഇപ്പൊ അതെനിക്കൊരു സുഖമുള്ള നോവാ. ചേച്ചി വാ, നമുക്ക് കിടക്കാം. വാ. മഹി, എന്താടാ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് സൗന്ദര്യം ആസ്വദിക്കാം? നീ ഇതെന്താ ഈ വേഷത്തില്? അമൃതയുടെ കഴുത്തിലേ ഞാൻ താലി ചാർത്തുന്ന ഈ ഡ്രസ് കോഡില. എങ്ങനുണ്ട്? നീ നേരത്തെ കൂട്ടി തയ്യാറെടുത്തു കഴിഞ്ഞു. എത്ര വർഷങ്ങൾ കൊണ്ടുള്ള എന്റെ മോഹമാണ് നടക്കാൻ പോകുന്നത്. കല്യാണത്തിന് ഇനി അധിക ദിവസമൊന്നുമില്ലല്ലോ. തയ്യാറായി നിൽക്കണ്ടേ ഞാൻ? അല്ല ചേച്ചി എന്തൊന്നും പറയാത്തത്? അംബികയുടെ മകനുമായിട്ടുള്ള കല്യാണം മുടങ്ങില്ലേ? അതിന് ഒരു സംശയവും വേണ്ട. ആ കല്യാണം മുടക്കിയിരിക്കും ഞാൻ. അപ്പോ ആ മണ്ഡപത്തിൽ ആ മുഹൂർത്തത്തിൽ ഞാനായിരിക്കില്ലേ വരൻ? അതിനുവേണ്ടിയാണ് എന്റെ ശ്രമം. ഈ വേഷത്തില് അവൾക്ക് കെട്ടാനുള്ള താലിയുമായിട്ട് നീ അവിടെ ഉണ്ടാവണം. അപ്പൊ ചേച്ചിയോ? താലി കെട്ട് നടക്കും മുമ്പ് നാദസ്വര മേളത്തിന്റെ അകമ്പടിയോടെ അവിടെ പലതും നടക്കും. അവിടെയൊക്കെ ഈ ഞാൻ ഉണ്ടാവണം. ആ തിരക്കിലായിരിക്കും ഞാൻ. പക്ഷേ കെട്ടുതാളം മുറുകുമ്പോ, നീ അമൃതയുടെ കഴുത്തിൽ താലി കെട്ടുമ്പോ നിന്റെ അരികിലുണ്ടാവും ഞാൻ. അത് മതി.